ടു സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത വീഡിയോ നമ്മൾ പാർട്ട് 1 ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പാർട്ട് 2 ആണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ 3 പീസാണ് നമ്മൾ തയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ്ങും അതായത് നമ്മുടെ നൈറ്റിയുടെ നല്ല തുണിയും ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ ഒരു വട്ടം അടിച്ചെടുക്കണം. ഒരു വട്ടം അടിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും നമ്മൾ ലൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ നൈറ്റിയുടെ നല്ല തുണിയും ഇതുപോലെ അകത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ഈ കാണിക്കുന്നത് നമ്മളൊരു ഷേപ്പിൽ വെട്ടിയിട്ടുണ്ടല്ലോ, ഈ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ചെരിച്ച് ഒരു വട്ടം അടിച്ചു കൊടുക്കണം. 2 വട്ടം അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല, കാരണം ഇത് നമ്മൾ അടിച്ച് മറിച്ചെടുത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു വട്ടം അടിച്ചാലും മതി എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ 3 പീസും ഒരു സൈഡ് ശ്രദ്ധിക്കണം, ഒരു സൈഡ് മാത്രം നമ്മൾ കൂട്ടിയടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് നമ്മൾ കൂട്ടിയടിച്ചെടുക്കണം. ശ്രദ്ധിക്കണം, ഒരു വട്ടം തന്നെ അടിച്ചെടുത്താൽ മതി. കാരണം എക്സ്ട്രാ നിങ്ങൾക്ക് തുണിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവസാനം നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. കാരണം നമുക്ക് തുണി ഒരിക്കലും കുറവ് വരില്ല. അതായത് ലൈനിങ്ങിൻ്റെ തുണിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായും എക്സ്ട്രാ ലൈനിങ് തുണിയുണ്ട്, അത് നമുക്ക് മിച്ചം വന്നത് കട്ട് ചെയ്ത് ഇതുപോലെ കളയാം. അപ്പോൾ ഒരു സൈഡ് മാത്രമുള്ളൂ. അപ്പോൾ നമ്മൾ അടിച്ചതിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കണം. അതിനുശേഷം അത് അകമ്പുറം തിരിച്ചെടുക്കണം. അകമ്പുറം തിരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ലൈനിങ് ഇല്ലേ, ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് നമ്മുടെ തയ്യൽ തുമ്പുണ്ടല്ലോ, നമ്മൾ അടിച്ചതിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചെടുക്കണം. അപ്പോൾ 3 പീസും നമ്മൾ എങ്ങനെയാണോ തയ്ച്ചേക്കുന്നത് അതിന് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് കൊടുത്തതിന് ശേഷം അകമ്പുറം തിരിച്ചെടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം. അങ്ങനെ എന്തിനാണ് അടിച്ചെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ലൈനിങ് ഒരിക്കലും പുറത്തോട്ട് തള്ളി വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പതിച്ചടിച്ച് കൊടുക്കുന്നത്. എങ്കിൽ മാത്രമാണ് ഒരു ഫിനിഷിങ്ങും കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കത് 3 പീസും പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ പതിച്ചടിക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് വേണം നമ്മുടെ തയ്യൽ തുമ്പ് വെക്കാനായിട്ട്. കണ്ടില്ല, അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ തയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയൺ ചെയ്യൽ, ഇല്ലെങ്കിൽ തേക്കൽ. ഇതുപോലെ നൈറ്റ് തയ്ക്കുമ്പോൾ അത് ഏത് മോഡലായിക്കോട്ടെ, നിങ്ങൾ നൈറ്റ് തയ്ക്കുമ്പോൾ തേച്ചെടുത്ത് കൂടെ തേക്കുമായിരിക്കും. തേക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടും. അതുപോലെ തന്നെ തേച്ച് എടുക്കുമ്പോൾ കറക്റ്റ് ലെവലിന് കിട്ടും. അപ്പോൾ തയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിലും കറക്റ്റ് ലെവലിന് തന്നെ കിട്ടും. അതുകൊണ്ടും ഈ ഒരു രീതിയിൽ നമ്മൾ തുണി ഒരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അടിച്ചെടുത്താൽ മതിയായിരിക്കും. ഇനി എക്സ്ട്രാ നിൽക്കുന്ന തുണിയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. കണ്ടില്ല, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം തേച്ചെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ 2 സൈഡിലും 2 പീസ് എടുത്ത് വെക്കണം. ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം കൂട്ടി അടിക്കുമ്പോൾ മുകളിൽ കെട്ടിട്ട് തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ 2 വട്ടം അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഒരു വട്ടം അടിച്ചാൽ നൂല് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ മുകളിൽ മാത്രം കെട്ടിട്ട് അടിഭാഗത്ത് കെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ അടിഭാഗത്തെ പ്ലീറ്റഡ് പിടിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടി പിടിപ്പിക്കുമ്പോഴത്തേക്ക് എവിടെ കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ 2 വട്ടം ശ്രദ്ധിച്ച്, അതായത് പുറത്തുകൂടെ പതിച്ച് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ 3 പീസും കണ്ടില്ലേ കൂട്ടിയടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് വീതിയിലൊക്കെ നിങ്ങൾ കൂട്ടിയടിച്ചാൽ മതിയായിരിക്കും. അതായത് 2 പീസ് നടുക്കത്തെ പീസുമായിട്ട് കൂട്ടിയടിക്കുമല്ലോ, അപ്പോൾ 1/2 ഇഞ്ച് വീതി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കൂട്ടിയടിച്ചെടുത്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി ബാക്ക് പീസിൽ നമ്മൾ തുടക്കത്തിൽ കാണിച്ചായിരുന്നു ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ അത് 2 പീസാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് നോക്കിയപ്പോൾ 2 പീസ് നമുക്ക് തികയത്തില്ലായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ 1 പീസും കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ കൂട്ടിയടിച്ച് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കിൽ കൊണ്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്രോസ് പീസ് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് 2ആയിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലിന് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റിനും അടിച്ചു കൊടുക്കും. അതിനുശേഷം ചെറിയ കട്ടിങ് കൊടുക്കും. വീണ്ടും നമ്മൾ പതിച്ചടിക്കും. ഞാൻ സ്പീഡിൽ പറഞ്ഞു തരുന്നതാണ്, കാരണം എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത്. അതിനുശേഷം നമ്മൾ ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ട് അകത്തോട്ടൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഷോൾഡറൊക്കെ കൂട്ടി അടിച്ചതിന് ശേഷമാണ് അവസാനത്തെ സ്റ്റെപ്പായ നമ്മുടെ ക്രോസ് പീസ് അകത്തോട്ട് മടക്കി അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ക്രോസ് പീസ് അടിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അകത്തോട്ട് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇനി നമ്മൾ ഷോൾഡർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ അടിച്ചു കൊടുക്കാൻ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് ലൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് പിടിപ്പിച്ചതിൻ്റെ പീസുണ്ട്. അതിതുപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് നമ്മുടെ ക്രോസ് പീസിൻ്റെ തുണി വെച്ച് കൊടുക്കണം. പിന്നെ നല്ല തുണിയും ഒരുപോലെ തന്നെ ചേർത്ത് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, അപ്പം നമ്മൾ അത് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ലെവൽ
ലെവലിന് വെച്ച് കൊടുക്കാനായിട്ട്, അത് അരിക് ചേർത്ത് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പീസിൻ്റെ ഈ ഒരു ഭാഗവും ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ കറക്റ്റ് ലെവലിന് വെച്ച് കൊടുത്തതിന് ശേഷം വേണം അടിച്ചു കൊടുക്കാൻ. അടിച്ചു കൊടുക്കുമ്പോൾ 2 വട്ടം അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്രോസ് പീസിൻ്റെ ഭാഗം ചെറിയൊരു 1 ഇഞ്ച് വീതിയിലുള്ളൂ. അപ്പം അതും അടിച്ചു കഴിഞ്ഞിട്ട് മിച്ചം നമുക്ക് ലൈനിങ് കിടക്കുവാണ്. അപ്പം അതും കൂടെ ആ 1/2 ഇഞ്ച് വീതിയിൽ തന്നെ അടിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 2 വട്ടം അങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ 1 വട്ടം അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നല്ല ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി നോക്കണം. മടക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും അത് കറക്റ്റ് ആയിട്ടാണോ, കറക്റ്റ് ലെവലിനാണോ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലെവലിനാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് അകത്തോട്ട് മടക്കിയതിന് ശേഷം കറക്റ്റ് ലെവലിന് നമുക്ക് അകത്തോട്ട് മടക്കുമ്പോൾ മനസ്സിലാവും അത് ലെവലിനാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇനി 1/2 ഇഞ്ച് ആ ലൈനിങ്ങിൻ്റെ ഭാഗത്തോട്ട് ഉണ്ടല്ലോ, നമ്മൾ നീട്ടി അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗം മടക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ പുറത്തു കൂടെ ഒന്ന് പതിച്ചടിക്കണം. 1 വട്ടം അടിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അപ്പം ഈ ഒരു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ കാണിക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ്ങും ക്രോസ് പീസും ഒരുപോലെ വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നല്ല തുണിയും ഒരുപോലെ വെച്ച് കൊടുക്കണം. അടിച്ചതിന് ശേഷം ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് തുണി കാണും. അത് ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചത് എത്രയാണോ ആ ഒരു വീതി തന്നെ നമ്മൾ അകത്തോട്ട് മടക്കി അടിച്ചു കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഷോൾഡർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം 2 ഷോൾഡറും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അന്നേരം ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നമുക്കൊരിക്കലും തയ്യൽ തുമ്പ്, അതായത് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് പുറത്ത് കാണത്തില്ല. അതുപോലെ തന്നെ നീറ്റായിട്ട് നമ്മുടെ തുണി റെഡിമെയ്ഡ് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 2 ഷോൾഡറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് ചെയ്തല്ലോ കഴുത്തിൻ്റെ, ആ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് തന്നെയല്ലേ കിടക്കുന്നത്. അത് നമുക്കിനി ചുറ്റിനും ഒന്ന് സാധാരണ എങ്ങനെയാണ് നമ്മൾ മടക്കി അടിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചുറ്റിനും ഒന്ന് 1 വട്ടം അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഷോൾഡറും കൂട്ടിയടിച്ചു. അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ ക്രോസ് പീസ് വെച്ച് കഴുത്തും ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേച്ചെടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും തുണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം 2 വട്ടം അടിച്ചു കൊടുക്കണം. സാധാരണ ഇതേ രീതിയിലുള്ള സ്റ്റിച്ചിങ് ഞാൻ കണ്ടിട്ടുള്ളത് 1 വട്ടം അടിച്ചു കൊടുത്തതിന് ശേഷം അത് ഇതുപോലെ പുറത്തോട്ടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തു കൂടെ ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. 2 വട്ടം ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം 2 വട്ടം അതിൻ്റെ പുറത്തുകൂടെ അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഒരിക്കലും പതിച്ചടിക്കുന്നില്ല. ഇപ്പോൾ 2 സ്ലീവ് നമ്മൾ ഒരുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഒരു നൈറ്റി കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോയിൽ നമ്മൾ പുറത്തുകൂടെ ഒന്നും പതിച്ചടിക്കുന്നില്ല കേട്ടോ. ഷോൾഡറിൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവും പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേച്ച് കൊടുക്കുന്നതായിരിക്കും നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും തേച്ചെടുത്തത് കൊണ്ടാണ് നമുക്ക് അത്ര നീറ്റായിട്ട് കിട്ടുന്നതെന്നുള്ളത്. ഇനിയാണ് നമ്മൾ അടിഭാഗം എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അടിഭാഗത്ത് തുണി വെച്ച് കൊടുക്കണം. അതായത് നമ്മളൊരു 3.25 ഇഞ്ച് ചെരിച്ച് വെട്ടിയില്ലേ, ആ ചെരിച്ച് വെട്ടിയ ഭാഗമാണ് നമ്മളിവിടെ കൊണ്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, അവിടെ നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. ബാക്കി ആ 3.25 ഇഞ്ച് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം മറു സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ആ 3.25 ഇഞ്ച് കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം മിച്ചം എത്രമാത്രം തുണിയാണോ ഉള്ളത് ആ തുണിക്ക് ഫുള്ളും നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് 2 സൈഡിലും ഇതുപോലെ നമ്മൾ ആ 3.25 ഇഞ്ച് ചെരിച്ച് മാർക്ക് ചെയ്തല്ലോ, ആ ഒരു ഭാഗത്തൊരു മുട്ടസൂചി 2 സൈഡിലും മുട്ടസൂചി വെച്ച് കൊടുത്തതിന് ശേഷം നടുക്ക് എന്തുമാത്രം തുണിയാണോ ഉള്ളത് ആ തുണിക്ക് ഫുള്ള് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പം പ്ലീറ്റ് ഇല്ലെങ്കിൽ ഞൊറിവെന്ന് പറയുന്ന മാക്സിമം ചെറുതാക്കി ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഒരുപാട് പ്ലീറ്റ്സ് ഉള്ളതാണല്ലോ നമ്മുടെ നൈറ്റി കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് മുട്ടസൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് ലെവലിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്ലീറ്റ്സ് എടുത്ത് മുട്ടസൂചി കൊണ്ട് വെച്ച് കൊടുത്താൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കൊണ്ട് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം അത് നമ്മൾ മുട്ടസൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ജസ്റ്റ് അത് പിടിപ്പിച്ചെടുത്താൽ മതിയായിരിക്കും, എളുപ്പമായിരിക്കും. അങ്ങനെ മുട്ടസൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ആ പ്ലീറ്റ്സ് തേച്ചെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ നമുക്ക് ഫ്രണ്ട് പാർട്ട് അടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ ഭാഗം ആയിക്കോട്ടെ നമ്മൾ ഓരോ പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തതിന് ശേഷം മുട്ടസൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം പിടിപ്പിച്ചാൽ മതി. അപ്പം എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, തുടക്കക്കാർക്കൊക്കെ ഇതുപോലെ മുട്ടസൂചി കൊണ്ട് ഓരോ കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് മുട്ടസൂചി കൊണ്ട് പിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ അവർക്ക് എളുപ്പമായിരിക്കും പിടിപ്പിച്ച് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ കൂട്ടി അടിച്ചതിന് ശേഷം അതും 2 വട്ടം അടിച്ചു കൊടുക്കണം. അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ പതിച്ചടിക്കുന്നില്ല.
അതുപോലെ തന്നെ തേച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ തേച്ചെടുക്കുവാണെങ്കിൽ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളൂ. അപ്പോൾ ഒരു ഭാഗം തയ്ച്ചതിന് ശേഷം തേക്കണ്ട, രണ്ടും കൂടെ ഒരുമിച്ച് അടിച്ചതിന് ശേഷം തേച്ചാലും മതിയായിരിക്കും. ഇനി നമുക്ക് ബാക്കിൽ എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളത് കാണിക്കുക. ഫ്രണ്ടിലെ മോഡൽ തന്നെയാണ് ബാക്കിലും. ആദ്യമേ നമ്മൾ 3.25 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത ആ ഭാഗത്തോട്ട് നമ്മുടെ അടിഭാഗത്തെ തുണി വെച്ച് കൊടുക്കണം. മിച്ചമുള്ള ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് 3.25 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലും അങ്ങനെ വിട്ടതിന് ശേഷം നടുക്ക് നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് എടുത്ത് കൊടുത്തതിന് ശേഷം ഓരോ മുട്ട് സൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തേച്ചെടുത്തേക്കുന്നതുകൊണ്ടാകട്ടെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത്. തേച്ചിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തുമില്ല, അതുപോലെ തന്നെ കാണാനും ഭംഗി കാണത്തില്ല. അപ്പം അത് നമ്മൾ കൂട്ടിയടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂട്ടിയടിക്കുമ്പോൾ 2 വട്ടം അടിക്കണം, പുറത്തുകൂടെ നമ്മൾ പതിച്ചടിക്കുന്നില്ല. പിന്നെ തേച്ചെടുക്കാനായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ചെറിയൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് നമ്മൾ വള്ളിയൊക്കെ അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒരു ബട്ടൺസ് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഫ്രണ്ടിൽ പിടിപ്പിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ചെറിയൊരു പീസ് നമ്മൾ വള്ളിയായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഫാഷൻ വേണേലും വെച്ച് കൊടുക്കാം. ഈ ഒരു രീതിയിലും വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ആടേലും നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് വണ്ണം എത്രയാണെന്നുള്ളത് സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ഫ്രീ സൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കില്ലെങ്കിൽ നമ്മൾ ഫുള്ള് വണ്ണം ഇട്ടതിന് ശേഷം അരിക്ക് ചേർത്താണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 38 ചെസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ കൂടി ലൂസായിട്ട് കൈയൊക്കെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടിയടിച്ചതിന് ശേഷം നമ്മൾ ഇറക്കം എത്രയാണെന്ന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിനനുസരിച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അതും കൂടെ മടക്കി അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് സ്റ്റിച്ചിങ് ചെയ്താലും ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ഒരു നൈറ്റിയിൽ നമ്മൾ പതിച്ചടിക്കുന്ന ഷോൾഡറിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരിടത്തും നമ്മൾ പതിച്ചടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ചെറിയൊരു ബട്ടൺസും കൂടെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.